ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് RC ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻ്റ് ലഭിക്കാത്ത സംബന്ധിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ RC DL പ്രിൻ്റുകൾ വൈകുന്നതിനുള്ള കാരണങ്ങൾ അതിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ലഭിച്ച കമൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കമൻറ്റുകൾ, ആ കമൻറ്റുകളുടെ ചില കണ്ടൻറ്റ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ഈ കമൻറ്റുകൾ ഞാൻ അത് പ്രദർശിപ്പിക്കുന്നതിന് മുഖ്യ കാരണം, ഇത് സാധാരണ ജനങ്ങൾ കണ്ട് അത് മാക്സിമം ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആ ആളുകളിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഇത് കാണുകയും, അപ്പോൾ ഇന്ന് ഈ കമൻസ് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ആ പേര് ഇന്നും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ കമൻസ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ മോട്ടോർ വാഹന വകുപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതിച്ഛായ അങ്ങനെയാണ്. ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് കമ്മീഷണർക്കുമാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇംഗ്ലീഷിലാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്നത് തീർത്തും അസംബന്ധമാണ്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എന്തെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതുപോലുള്ള ഡിലേ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് RC പ്രിൻ്റ് ചെയ്യാനും ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് ചെയ്യാനായിട്ട് 200 രൂപ തോതിൽ അത് വാങ്ങുകയും കൃത്യമായ രീതിയിൽ അത് പ്രിൻ്റ് ചെയ്യുന്ന ഏജൻസിക്ക് അത് നൽകാതെ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇവിടെ മറ്റൊരു കമൻറ്റ്, അദ്ദേഹം അത് മലയാളത്തിലാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ ഓണർഷിപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി 3 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്രൂവൽ നടപടികൾ പോലും അത് തീർന്നിട്ടില്ല. പിന്നീട് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അതിൻ്റെ അപ്രൂവൽ നടക്കുന്നത്. അവസാനം വളരെ ദുഃഖത്തോടു കൂടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ഏജൻറ്റിന് കൈമടക്ക് കൊടുത്തിരുന്നെങ്കിൽ 2-3 ദിവസത്തിനകം അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രമാണ് അത് നൽകുന്നത്. ജനങ്ങൾ ഇന്ന് ധരിക്കുന്നത് ഒരു ഏജൻ്റ് ഇല്ലാതെ ഒരു കാര്യവും RTO ഓഫീസിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്. അദ്ദേഹം 14/6/2024 ഒരു റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയും വാഹനം പരിശോധനയ്ക്കായിട്ട് ഹാജരാക്കുകയും ഈ 14/6/2024 തന്നെ അന്നേ ദിവസം തന്നെ വാഹനം പരിശോധിച്ച് അത് തൃപ്തികരമാണെന്ന് കണ്ട് ഇതിൻ്റെ എല്ലാ ഫയലുകളും, അതായത് ഒറിജിനൽ RC, ഇൻഷുറൻസ്, ഇതുപോലുള്ള എല്ലാ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥൻ കൈപ്പറ്റുകയും ചെയ്തതിന് ശേഷം 21/6/2024 ആയിട്ടും അത് ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് അദ്ദേഹം അയച്ചു തന്നതിൽ നിന്നും ഇപ്പോഴും ആ വാഹനത്തിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നത് ട്രാൻസാക്ഷൻ സക്സസ് നോട്ട് ഇൻവേഡഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മോട്ടോർ വാഹന വകുപ്പിൽ രജിസ്ട്രേഷൻ റിന്യൂവലിനുള്ള ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ അത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിൻ്റെ ഈ ഒറിജിനൽ രേഖകളും ആ ഫയലടക്കം അത് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ഓഫീസിലുള്ള ഓഫീസ് ക്ലർക്കാണ് ഇതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുന്നത്. ഈ ഓഫീസ് ക്ലർക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡിലേ ആകാം. അതിനെന്തെല്ലാം ന്യായീകരിച്ചാലും ഇപ്പോൾ അവിടെ മറ്റു ഫയലുകൾക്ക് ഒന്നുകൂടി ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാഹനം പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ആ വാഹനം ഫിറ്റ് ആണെന്നുള്ള രീതിയിൽ അതിൻ്റെ ആ അപ്ഡേഷൻ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു വാഹനം പരിശോധിച്ചതിന് ശേഷം ഈ വ്യക്തി ഇത് കൊണ്ടു നടക്കുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് വാഹന പരിശോധകനും ഇത് ഇപ്പോൾ തന്നെയാണെങ്കിലും ചെക്കിങ് നടക്കുന്നത് ഈ വാഹനം അയാളുടെ സാന്നിധ്യത്തിലല്ല ചെക്കിങ് നടക്കുന്നത്. പലപ്പോഴും ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടോ ഈ വാഹനത്തിൻ്റെ മേൽ ഒരു ചലാൻ വന്നാൽ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ 3000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പിനെ കുറിച്ചുള്ള ഈ അവമതിപ്പ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതിന് ചെയ്യാവുന്ന നടപടിക്രമങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു വാഹനം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചരക്ക് വാഹനങ്ങളോ ടാക്സിയോ വന്നു കഴിഞ്ഞാൽ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ അന്നേ ദിവസം തന്നെ ഈ ഫിറ്റ്നസ് അത് റിന്യൂവൽ നടത്തിയതിന് ശേഷം ഫോം 38 അയാൾക്ക് ഫിറ്റ്നസിൻ്റെ ഒരു രേഖ നൽകുന്നുണ്ട്. പക്ഷേ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷന് ശേഷം ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതിയതായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അന്നേ ദിവസം തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ഇവർക്ക് പരിവാഹനിലോ അല്ലെങ്കിൽ ഡിജി ലോക്കറിലോ ഇതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുകയും അവർക്ക് ആ രേഖ കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, രാജസ്ഥാൻ സർക്കാർ ഈ RCയും ഈ ഡ്രൈവിംഗ് ലൈസൻസും ഒരു വ്യക്തിയെ, ഒരു അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക്
ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പ്രിൻ്റ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഈ പരിവാഹൻ സൈറ്റിലെ സംവിധാനത്തിൽ കയറി കഴിഞ്ഞാൽ RCയും പ്രിൻ്റ് ചെയ്തെടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസും അത് ഇപ്പോഴുള്ള ആ ഒറിജിനൽ നമുക്ക് കിട്ടുന്ന പ്രിൻറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് വെച്ചുകൊണ്ട് അവർക്ക് ഏത് പ്രോസസ്സും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഈ വാഹൻ സൈറ്റ്, സാലറി സൈറ്റ് ഇവയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, അതുപോലെ ഈസ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ എളുപ്പത്തിലും പെട്ടെന്നും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൺലൈനാക്കി മാറ്റി. രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അത് ഒരുക്കിയതിന് ശേഷം ഇന്നും ജനങ്ങളിതിവിടെ പരിതപിക്കുകയാണ്. എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഈ കേരള സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, അത് പരിവാഹൻ സൈറ്റിൽ കേരള സംസ്ഥാനത്തും ഈ RCയും ഈ DLും അത് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. സർക്കാർ ഈ 200 രൂപ വാങ്ങിച്ചതിന് ശേഷം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇക്കാര്യമെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൂടാതെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും.